ഹായ് ഫ്രണ്ട്സ്, ഡി ഡി വ്ലോഗ് ധ്യാനദീക്ഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, സൂക്ഷിച്ച് നോക്കിയേ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇതാരും ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു വീഡിയോ കേട്ടോ. ഇത് പേനാണേ, കണ്ടോ. ഇവൻ ഈ മഴക്കാലമൊക്കെ ആകുമ്പം എല്ലാവരുടെയും തലയിൽ കാണും. അപ്പോൾ അവനെ നമുക്ക് തലയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തുളസിയിലയുണ്ട്, നമ്മുടെ ഭൃംഗരാജ് കയ്യോന്നി. ഇത് സാധാരണ ഇതാണ് കേട്ടോ, കണ്ടില്ലേ, എൻ്റെ ഇല വലുതാണ്. മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ. ഇന്ന് ഞാനിത് എടുത്തിരിക്കുന്നത് തുളസിയിലയുണ്ട്, കണ്ടോ. അപ്പം നമുക്കിതാ നമ്മുടെ കയ്യോന്നിയും തുളസി ഇലയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലൊന്ന് എടുത്ത് വെക്കുവാണേ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും ഇട്ടിരുന്നു ഇതുപോലെ നമുക്ക് തലയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. ഇത് നമുക്ക് പെയിൻ പോവാനും പിന്നെ തലമുടി നരച്ചിട്ടുള്ളവർക്ക് നര മാറാനും താരം മാറാനും മുടി കൊഴിച്ചിലിനും എല്ലാത്തിനും കൂടെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടും ഈ മഴക്കാലം ആകുമ്പോഴത്തേനും മൊത്തം നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ പേനൊക്കെ കയറാനും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കാനായിട്ടും ഈ ടിപ്പ് നിങ്ങളെ സഹായിക്കും. അതിനാണ് നമ്മൾ തുളസിയില ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേൻ പോകാൻ വേണ്ടി തുളസിയില തന്നെ അരച്ചെടുത്ത് അതിൻ്റെ നീര് തലയിൽ തേച്ചാൽ പേൻ പോകാൻ നല്ലൊരു റെമഡിയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തലയിലെ താരം പോകാനാണ് കൂടുതൽ നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത്. പിന്നെ കയ്യോന്നി മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തലമുടി കറക്കാനും കയ്യോന്നി നല്ലതായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ തുളസിയില പിന്നെ ഞാൻ പറയണ്ടല്ലോ, നല്ല തലമുടിക്ക് നാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും പെയിൻ പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് തുളസിയില. അപ്പോൾ ഞാൻ തുളസിയും നമ്മുടെ കയ്യോന്നിയും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണേ. കണ്ടില്ലേ, ഞാൻ അരച്ചെടുത്തു. അതിൻ്റെ വേണ്ട തുണിക്കകത്താക്കി ഞാൻ പിഴിഞ്ഞ് കാണിക്കാം. കണ്ടോ, നല്ല കറുപ്പ് നിറത്തിലാണ് നമ്മുടെ കയ്യോന്നിയില വരുന്നത്. കണ്ടോ, നല്ല കറുപ്പ് നിറത്തിൽ കണ്ടില്ലേ. നമ്മുടെ തലമുടി കറക്കാൻ ഇത് ഒരു ദിവസം ചെയ്ത് ഉടനെ അങ്ങോട്ട് നമുക്ക് ഇത് തലമുടി കറക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് നിങ്ങൾ ചെയ്യണം. അത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒന്നിടവിട്ട് ചെയ്താൽ മതിയാവും. നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ നരയ്ക്കുന്ന പോലെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഹെന്ന ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാനൊരു ഹെന്നയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെ തന്നെ ചെയ്യുക. നല്ല കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കറ്റാർവാഴയുടെ ജെല്ലും ഇതുമെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ നല്ലതായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടുന്നതാണ് നല്ലത്. വെള്ളം പോലായാൽ നമ്മുടെ തലേയിൽ നിന്ന് ഒലിച്ചിറങ്ങും. ഇതാകുമ്പം ഒലിച്ചിറങ്ങാതിരിക്കും. പിന്നെ ഇത് തലയിൽ തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ തലമുടിയിലെ ജടയെല്ലാം കളഞ്ഞ് എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ഇത് തലയിൽ തേക്കാനായിട്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കറുപ്പ് നിറത്തിലാണ് ഇരിക്കുന്നത്. അത് കയ്യോന്നി ഇട്ടുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വീഡിയോ കഴിഞ്ഞ ഉടനെ തലയിൽ തേക്കും കേട്ടോ. ഓക്കെ, ബൈ, സീ യു.